പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സാങ്കത്യവുമില്ല. അപ്പൊ സാക്ഷാൽ ഗൈബ്, ആപേക്ഷിക ഗൈബ്, യഥാർത്ഥത്തിൽ മറഞ്ഞ വഴി, അതേപോലെ തന്നെ അദൃശ്യ വഴി എന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ വാചകത്തിൽ തന്നെ കൃത്യമായി സഹോദരങ്ങളെ വിശദീകരണം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇയാൾ പറയുന്നത് അമാനി മൗലവി എഴുതിയ വിശ്വാസം ശിർക്കാണ്. ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അമാനി മൗലവി എഴുതിയത്. അപ്പൊ റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്തും ശിർക്ക് ചെയ്തു, ഇത് ഉദ്ധരിച്ച റസൂലിന് ശിർക്ക് ചെയ്തു, അള്ളാഹ് വഹിയാൽ അറിയിച്ചു കൊടുത്താൽ അപ്പൊ അള്ളാഹു തആലയും ശിർക്ക് പ്രചരിപ്പിച്ചു. എവിടേക്കായി ആരോപണം പോകുന്നത്? ഇനി കേട്ടോളി. അമാനി മൗലവി പറയാണ്, മറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തോട് പിശാച് മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കാം. വൈറസ്, ബാക്ടീരിയ, മൂക്കിലെ പറ്റെന്നൊക്കെ പറയണേ, ഇയാളെ പോലുള്ള ചില നിഷേധികൾ അങ്ങനെയും വാദിച്ചേക്കാം. എന്നിട്ട് കൃത്യമായി പറയുന്നു, മറഞ്ഞ കാര്യം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഏത് കാര്യവും കാലദേശമോ ഏത് തരത്തിലുള്ള വകഭേദമോ ഇല്ലാതെ ശരിക്കും കൃത്യമായും അണുവളവ് പഴക്കാതെയും ദൃഢമായി അറിയുക അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ്. വല്ലതും അവൻ അറിയിച്ചു കൊടുത്താൽ അത് അവന്റെ സൃഷ്ടികൾക്ക് അറിയും. മാത്രമല്ല, പൈശാചികമായി ലഭിക്കുന്ന അനുമാനങ്ങളിൽ പലതും നുണയായിരിക്കും, പലതും ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുന്നതുമായിരിക്കുകയും ചെയ്യും. ചിലതൊക്കെ ശരിയാവുകയും ചെയ്യുമെന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതിനെ നിഷേധിച്ച് മുന്നോട്ട് പോയ ഇയാളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കഴിവും ജിന്നിന്റെ കഴിവും ഒന്നാണ് എന്ന് പറഞ്ഞ അപകടത്തിലേക്ക് എത്തിയത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇത് സലഫിയത്തിനെ നിഷേധിച്ചത് കൊണ്ട്, സലഫിയത്തിനെ അംഗീകരിക്കാത്തത് കൊണ്ട് മടവൂരിസത്തിന് സംഭവിച്ചതാണെങ്കിൽ, ഈ കേരളത്തിൽ ആ മടവൂരിസത്തിന്റെ അതേ വാദം, സലാം സുല്ലമയുടെ പഴച്ച ചിന്താഗതികൾ അങ്ങനെ തന്നെ മണ്ടയിലേറ്റി കേരളക്കരയെ ഒരു പുതിയ തൗഹീദ് രൂപീകരിച്ച് ശക്തമായ വ്യതിയാനത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന അബ്ദുറഹ്മാൻ സലഫി അടങ്ങുന്ന കോക്കസ് ആ വാദം ഇന്ന് കടമെടുത്തു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ കാര്യങ്ങൾ അറിയാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മളാരും അതിനപ്പുറം വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവിടെ ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നത്, ജിന്നുകൾ മനുഷ്യരെ സഹായിക്കുന്നത്, അതേപോലെ തന്നെ മലക്കുകൾ നമ്മെ സഹായിക്കുന്നത്, മലക്കുകൾ ഇവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതൊന്നും അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രവർത്തനമല്ല, അതെല്ലാം ഭൗതികമാണ്. എത്ര കൃത്യമായി കുഞ്ഞീദ് മദനിയെ പോലെയുള്ള, ഉമ്മർ മൗലവിയെ പോലെയുള്ള, കെ എം മൗലവിയെ പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള പ്രഗത്ഭരായ ഇസ്ലാഹി പണ്ഡിതന്മാർ എത്രയോ മുമ്പ് തന്നെ കൃത്യമായി വിശദീകരിച്ചു. അഭൗതിക കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളുടെ കഴിവ് ഭൗതികമാണ്. അഭൗതികത കൽപ്പിച്ചുകൊണ്ടുള്ള തേട്ടം മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. അപ്പൊ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആ അർത്ഥത്തിൽ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്. ആ രൂപത്തിൽ സഹായം പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിൽ നിന്നാണ്. അല്ല എന്ന് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല. പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ആയത്തോതിട്ട് വലിയ ചിന്ത സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ് സത്യത്തിൽ ഇയാൾ ചെയ്തിട്ടുള്ളത്. ഈ അപകടകരമായ വാദം ഇന്ന് കേരളത്തില് സഹോദരങ്ങളെ, മൻഹജ് സലഫ് എന്ന് പറയുന്ന ആധികാരികമായ ഈ പ്രമാണങ്ങളെ സ്വീകരിക്കാനുള്ള രീതിശാസ്ത്രം മാറ്റിവെച്ചിട്ട് പുതിയൊരു മൻഹജ് കേരളത്തിൽ ഉണ്ടാക്കി. ആരാ? അൽ മൻഹജുൽ അബ്ദുറഹ്മാനിയ. അബ്ദുറഹ്മാൻ സലഫ് ഉണ്ടാക്കിയ മൻഹജ്, ആ അബ്ദുറഹ്മാൻ സലഫ് ഉണ്ടാക്കിയ മൻഹജ് സലഫ് സ്വീകരിക്കണം എന്ന് സർക്കുലർ ഇറക്കി അടിച്ചേൽപ്പിച്ചു. അപ്പൊ നമ്മളെ എം എം അക്ബർ സാഹിബ് പോലും MSMന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത കാലത്ത് മൻഹജ് സലഫിനെതിരായി MSM പറഞ്ഞ് ഞങ്ങൾ പോകാൻ പറയണം അവരോട് എന്ന് പറഞ്ഞ ആള് സത്യത്തിൽ എന്തായി? ഈ ഖുർആനും സുന്നത്തും മൻഹജ് സലഫിന് പകരം പ്രമാണിമാരുടെ മദ്ഹബ് അല്ലെങ്കിൽ പ്രമാണിമാരുടെ സലഫ് എന്ന നിലക്ക് അതാണ് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലും ഈ അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുത്ത നോട്ട് സഹോദരങ്ങളെ സമ്മേളനത്തിൽ പ്രസംഗിച്ചില്ലേ? ഇത്ര വലിയൊരു ജഹാലത്ത് വേറുണ്ടോ? ആ സാധുത്ര സമൂഹത്തിൽ എത്രയോ മുജാഹിദികളുടെ മനസ്സിലെ മാണിക്യ കൊട്ടാരത്തിൽ ആദരിച്ചിരുന്ന എം എം അക്ബർ സാഹിബിന് പ്രമാണത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി എന്ന് മനസ്സിലായപ്പോൾ, സലഫിയത്ത് വലിച്ചെറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ മനസ്സിൽ നിന്ന് സകല ബഹുമാനവും കൊടുത്ത് മാറ്റിവെച്ച ചരിത്രമാണ് നമ്മളെ കാലത്തും കണ്ടത്. അതാണ് ഇപ്പോഴും മുജാഹിദ് ആദർശത്തിന്റെ പടയാളികൾ ചെയ്തത്. അബ്ദുറഹ്മാൻ സലഫി ഈ പിഴച്ച വാദത്തിലേക്ക് പോകുന്നതും അയാൾ പ്രഖ്യാപിക്കുന്നതും കൃത്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. ആജിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ട്
അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ട് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. ഉണ്ടോ? അപ്പൊ ആ ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണ്. ആരും സംശയിക്കണ്ട. അദൃശ്യമായ കഴിവ് നൽകിക്കൊണ്ട്, ആ അർത്ഥത്തിലുള്ള അഭൗതികമായ കഴിവ് നൽകിക്കൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രതീക്ഷയോടുകൂടി ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, മലക്കിനോട് തേടിയാൽ ശിർക്കാണ്, മഹാത്മാക്കളോട് തേടിയാൽ ശിർക്കാണ്, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് തേടിയാൽ ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വാദം സഹോദരങ്ങളെ മുജാഹിദുകൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇയാൾ പറയുന്നത് എന്താണ്? ജിന്ന് അഭൗതികമാണ്, അതുകൊണ്ട് തന്നെ ആ ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കുമാണ്. എങ്കിൽ അഭൗതികമായ ജിന്ന് നമ്മെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകണ്ടേ? അഭൗതികമായ ജിന്ന് നമ്മെ ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകണ്ടേ? അപ്പൊ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകൂലേ? ഇതൊക്കെ സഹോദരങ്ങളെ ഇനി ഒരു കാലത്ത് നമുക്ക് വിശദീകരിക്കേണ്ടി വരില്ല. മടവൂരികൾ നിഷേധിച്ച പോലെ ഘട്ടം ഘട്ടമായി അവര് ആ നിഷേധത്തിലേക്ക് പോകും, സംശയമൊന്നും വേണ്ട. അതിനാണ് ജിന്ന് അഭൗതികം, ജിന്നിന്റെ പ്രവർത്തനം കാര്യകാരണം എന്നൊക്കെ അതീതമെന്ന് അനീഫ് കായക്കൊടി വരെ ജാമ്യയിൽ വെച്ച് പ്രസംഗിച്ചത് അല്ലേ? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വാദം പോയി കൂപ്പുകുത്തുന്നത് മടവൂരിസത്തിലൂടെ കുബൂരിസത്തിലേക്കാണ്, അഥവാ പച്ചയായ ശിർക്കിലേക്കാണ്. കാരണം എന്താ? ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി സഹോദരങ്ങളെ മലക്കിന്റെ സഹായത്തെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ്, അഭൗതികമായ സഹായമാണെന്ന് പറഞ്ഞവരാരാ? ആരാ? സാക്ഷാൽ മുസ്ലിയാക്കന്മാർ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ആ ദുർവ്യാഖ്യാനം നിങ്ങളൊന്ന് കേട്ടോളൂ. അപ്പോഴാണ് ഇവർ അകപ്പെട്ടത്, സലാം സുല്ലമിയുടെ കൂടെ അകപ്പെട്ടത് കുബൂരിസത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകും, കേട്ടോളൂ. സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ ഖുർആനില് വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന് പറഞ്ഞ ഈ സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതികമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടാൻ ഖുർആനിൽ തെളിവുണ്ട്. ജിന്നിന് മലക്കിനെ അഭൗതികമാക്കിയാൽ അത് കിട്ടും. അതാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വാദം. ആ വാദത്തിലേക്കാണ് സലാം സുല്ലമി പോയത്. ആ വാദമാണ് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി മൻഹജുൽ അബ്ദുറഹ്മാനിയ എന്നും പറഞ്ഞിട്ട് കടമെടുത്തിട്ട് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അത് ഉൾക്കൊള്ളുന്ന മുസ്ലിം മുവഹിദുകളായി നടക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിശ്വാസത്തിലാണ് ശിർക്ക് എന്ന പുഴുക്കുത്തേറ്റിട്ടുള്ളത്, ഞങ്ങളുടെ വിശ്വാസത്തിലല്ല. കാരണം ഇത് സമസ്തക്കാരുടെ വിശ്വാസമാണ്. അദൃശ്യമായ വഴിയിലൂടെ, അഭൗതികമായ വഴിയിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് മഹാത്മാക്കളെ പറ്റി വിശ്വസിച്ചത് ശിർക്കൻ വിശ്വാസമാണ്. ആ വിശ്വാസം ജിന്നിനെ മലക്കിനെ പറ്റി വിശ്വസിച്ചാലും ശിർക്കന്നെയാണ്. അപ്പൊ ജിന്നു മലക്കോ അഭൗതിക എന്ന് പറയുന്ന വാദം നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ സമസ്തക്കാര വാദത്തിലെത്തി. അതുകൊണ്ടാണ് 2012 പുതിയ തൗഹീദ് ചില പ്രമാണിമാരുടെയും ചില കോക്കസിന്റെയും താല്പര്യത്തിന് വേണ്ടി, താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി സഹോദരങ്ങളെ അയവിറക്കിയ അനസ് മുസ്ലിയാർ ഇന്ന് സമൂഹത്തിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. കൃത്യമായി അനസ് മുസ്ലിയാർ ഹമീദ് വൈസി അമ്പലക്കടവിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് ഈ വാദത്തെ മുഴുവൻ പൊളിച്ചെഴുതുന്നു. ഈ വാദം ശിർക്കൻ വാദമാണെന്ന് പറയുന്നു. കേട്ടോളൂ. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയും. ലോകത്തുള്ള എന്തായിരുന്നാലും ലികുല്ലി ശൈഇൻ സബബാ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യകാരണ ബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു. ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് മുജാഹിദിൽ പറഞ്ഞു. ആ സമയത്ത് ഇവര് പറഞ്ഞു, ആര്? സമസ്തക്കാര് പറഞ്ഞു, ഔലിയാക്കൾക്ക്, അമ്പിയാക്കന്മാർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ കഴിയും, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ കഴിയും.
ആ അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും ഇതര വസ്തുക്കളെ കുറിച്ചും അവർ ഉദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദ് ഉദ്ദേശിച്ചത്. അത് അമ്പലക്കട വൈസ് തന്നെ പറയട്ടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കും, നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കണ്ടോ, അവരുടെ വിശ്വാസമാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും. അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മളെ സഹായിക്കാൻ കഴിയൂലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗൈബിയായത്, അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരുടെ വിശ്വാസമായി പറഞ്ഞില്ല, മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അപ്പൊ ജാമ്യയിൽ വെച്ച് ഹനീഫ് കായക്കൊടി പറഞ്ഞതോ, ഇസ്ലാഹ് മാസിക വായിച്ചുകൊണ്ട് എന്ത് ബന്ധമാണ് ജിന്നും മനുഷ്യനുമുള്ളത്? ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതല്ലേ എന്നാ ചോദിച്ചേ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താക്കി ജിന്നിനെ, അഭൗതികമാക്കി ജിന്നിനെ. അതുകൊണ്ട് തന്നെ ആ ജിന്നെ സഹായിക്കുന്ന വിശ്വസ്ഥാനം ശിർക്കായി. പിന്നെ സഹായം ചോദിച്ചാൽ ശിർക്ക് കൂടി ഡബിളായി. അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ശിർക്ക് വന്നു. പുതിയ തൗഹീദ് സ്വീകരിച്ചത് കൊണ്ട്, അതാണ് സ്വന്തം നാവ് കൊണ്ട് അള്ളാഹു അവന്റെ റസൂലോ പറയാത്തത് ഹലാല് ഹറാമു എന്ന് വേർതിരിച്ചാൽ ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞത് ഈ പുരോഹിത വർഗത്തിന്റെ മുതുകിലൂടെ പുലർന്നതാണ് നാം കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ സഹോദരങ്ങളെ. ഈ മലപ്പുറം ടൗൺ ഹാളിലും കേരളത്തിന്റെ വിവിധ ദിക്കുകളിലും മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സഹോദരങ്ങളെ പുറത്തു നിന്ന് പ്രവർത്തിച്ച് കഴിയാതെ വന്നപ്പോൾ മടവൂരികൾ അകത്തേക്ക് ചാരന്മാരെ വിട്ടു എന്നും ആ ചാരന്മാർ വ്യത്യസ്ത രൂപഭാവങ്ങളിലൂടെ അന്നും ഇന്നും ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു മടവൂരി ചാരനാണ് നാസർ സുല്ലമി ഇടത്തനാട്ടുകര. അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് വളരെ പൈശാചികമായ രൂപത്തിൽ തന്നെ സഹോദരങ്ങളെ മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് ഇവിടെ വലിയ കുഴപ്പം പിന്നെ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി ഗംഭീരമായൊരു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തെങ്കിലും അങ്കുലി പരിമിതം എന്ന് പറയുന്ന രൂപത്തിൽ ആളുകൾ ചുരുങ്ങിയപ്പോൾ വേണ്ടത്ര ക്ലിക്കായില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഇനിയൊരു മറുപടി വെക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താ, അത് ആ രൂപത്തിലാണ് പോയത്. അതുകൊണ്ടാണ് ഇത് ആശയ സംവാദമാക്കി മാറ്റിയത്. എന്നാലും സമാപനത്തിൽ ഒന്നാണ് തൊട്ടു പോകണേ നല്ലല്ലേ എന്നുള്ള നിലക്കാണ് ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്, ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പുഴയിൽ താഴുമ്പോൾ കരയിലുള്ള ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകൂല. സക്കരിയ സ്വലാഹി പറഞ്ഞു എന്നാ. ഏതാനും സ്വലാഹി ഇവിടെ ഹയാത്തിലുള്ള മനുഷ്യനാണ്. ഗൾഫ് പോയതിന് മൂപ്പരെ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം മൂപ്പരെ നമ്മൾ സ്ക്രീനിലാണ് ഉൾപ്പെടുത്തുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ആ വിശദീകരണം കേട്ടോളി. നിങ്ങൾക്ക് എല്ലാ തെറ്റിദ്ധാരണ ഇൻഷാ അല്ലാഹ് മാറും. ഇവിടെ എഴുതി കിട്ടിയൊരു ചോദ്യം, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനോട് തേടണമെന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ കുളത്തിൽ പുഴയിൽ വീണാൽ അവിടെയുള്ള ജിന്നിനോട് തേടുന്നതിനേക്കാൾ അള്ളാഹുവിനോട് തേടുന്നതല്ലേ വേണ്ടത്? പിന്നെ എന്തിനാണ് താങ്കൾ ജിന്നിനോട് തേടാം എന്ന് പറഞ്ഞത്? ഇതിൻ്റെ വസ്തുത എന്താണ്? ഇതൊരു തെറ്റിദ്ധാരണയാണ്. പുഴയിൽ വീണാലും കുളത്തിൽ വീണാലും കടലിൽ വീണാലും ഒക്കെ അള്ളാഹുവിനോട് തന്നെയാണ് തേടേണ്ടത്. പ്രാർത്ഥിക്കേണ്ട അള്ളാഹിനോട് തന്നെയാണ്, യാതൊരു സംശയമല്ല. ഒരു ജിന്നിനോട് തേടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നും പറയുന്നു, എപ്പോഴും പറയുന്നു, അവിടെ തേടേണ്ട അള്ളാഹിനോട് തന്നെയാണ്. പുഴയിൽ വീണ ഒരാൾ ജിന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ കുളത്തിൽ വീണാൽ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, യാതൊരു സംശയമല്ല. അവിടെ തൃശ്ശൂരിൽ ഞാൻ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ
അവിടെ ഒരു കുസൃതി ചോദ്യം, സാധാരണ നിലക്ക് എന്നോട് ഫോണിൽ ചോദിച്ചൊരു ചോദ്യം. അവിടെ ഈ ഉമർ മൗലവിന്റെ തൗഹീദ് വല്ലാതെ ആദർശ വിശദീകരണത്തിൽ സലഫി പറഞ്ഞിരുന്നു. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അതിൽ അഖസാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരുന്നില്ല. അപ്പൊ ജോസഫേന്ന് കൈപിടിക്കൂ എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. ജോസഫിനോട് അവന്റെ കൈവിൽപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. എന്നാ മൊയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അത് ശിർക്കാണ്. കാരണം മൊയ്യദ്ദീൻ ശൈഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. കാരണം മരിച്ചുപോയി, ബർസഖിലാണ്, അവർക്ക് കേൾക്കാൻ കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായ കേൾവി അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും മൊയ്യദ്ദീൻ ശൈഖ് എന്ന് വരും, അത് ശിർക്കാണ്. അപ്പോഴൊരു കുസൃതി ചോദ്യം, ഈ കരയിലൊരു ജിന്നുണ്ടെങ്കിലോ? അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയില്ല. ഇവിടെ ജിന്നുണ്ടെങ്കിൽ വെച്ചാൽ ജിന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്. പിന്നെയോ? അപ്പൊ അയാൾ പറയാണ് എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഞാനിത് ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടാകാലോ ജിന്ന്, ഉണ്ടെങ്കിൽ എൻ്റെ കൈയൊന്ന് പിടിക്കട്ടെ എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ലെങ്കിലോ? ഞാൻ പറഞ്ഞു പാടില്ല, അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമായ വിളിയാണ്, പാടില്ല. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ജിന്നിനോട് തേടാം, പുഴയിൽ വീണ ആള് കരയിലുള്ള ജിന്നിനോട് ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അനസ് മുസ്യാര പറയുന്ന ആ ഭാഗം ഒന്ന് കാണിക്കാൻ പറ്റും. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വളരെ വലിയ പ്രശ്നമാണ്. പുഴയിൽ കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വലിയ പ്രശ്നമാണ്, പുഴയിൽ കിടക്കുന്ന ആള് കരയിലുള്ള ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് 3 വട്ടം നമ്മൾ കമ്പ്യൂട്ടറിലാക്കിയതാ. അപ്പൊ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നാസർ സുല്ലമി തന്നെ എന്റെ ക്ലിപ്പിടുന്നുണ്ട്. ആയത്തിൽ ഖുദൂഇ വതദല്ലുൽ എന്ന ചിന്ത വരുന്നത്, ആ ചിന്തയാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ക്രൈസ്തവൻ സഹോദരന്, ബദരീങ്ങളെ വിളിക്കുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനെ ജിന്നിനെ വിളിക്കുന്ന ഒരു ജിന്നൂരിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഭൗതികമായ കാര്യകാരണ ബന്ധമല്ല, അഭൗതികമായ കാര്യകാരണ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ശ്രദ്ധിച്ചോളി. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്ന് കേട്ടില്ലേ? അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ, നാസർ സുല്ലമിട്ട ക്ലിപ്പ്, അതിന്റെ ക്ലിപ്പ്. അവർ ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അപ്പൊ ജിന്നുണ്ട് വിളിച്ചോന്നാ? നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് വിളിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ഉണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. കേട്ടോ, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശ്രദ്ധിച്ചോളി കേട്ടോ. ആ വിളി എന്താണ്? ആ വിളി എന്താ? ഹറാമുമാണ്, ശിർക്കിലേക്ക് പോകുന്ന, അത് വസീലത്ത് ശിർക്കുമാണ്. പക്ഷെ വിളിവുണ്ടായാലും ഇസ്ലാമിന്ന് പുറത്തു പോകൂല. കേട്ടില്ലേ? അപ്പൊ വിളികൊണ്ടായാലും ഇസ്ലാമിന്ന് പുറത്തു പോകില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഹറാമായ വിളിയാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. അപ്പൊ എവിടെ ജിന്നിനെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞത്? അത് അനുവദനീയാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പുഴയിൽ വീണ ആള് കരയിലുള്ള ജിന്നിനെ വിളിക്കണതിന് കുഴപ്പമില്ല. ഇന്നപ്പോൾ ചോദിക്കണ ചോദ്യം എന്താ അതാണ് ശിർക്കാന്നാണ് പറഞ്ഞാൽ. നേരത്തെ താജുദ്ദീൻ പറഞ്ഞു, ശിർക്കാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയാത്തൊരു കാര്യം നമുക്ക് ശിർക്കാന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം, ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. കണ്ടില്ലേ? അപ്പൊ ഇസ്ലാമിന്റെ ഹുക്കുമ് നോക്കി മറ്റു ചോദ്യങ്ങൾ വരുന്നൊക്കെ പരിഗണിച്ചിട്ട് മറുപടി പറയുമ്പോ ശിർക്കാണ് എന്താണ് ബലം പിടിച്ച് മസിൽ പിടിച്ച് പറയാൻ പറ്റൂല. എന്താ ശിർക്കാന്നാണ് പറഞ്ഞൂടെ എന്നുള്ളതിന് മറുപടിയാണ്. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു.
ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസം ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിഹാദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഈ ഒരാൾ സംസാരിക്കുന്നത് മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് ഖുദരി ഒരുപാട് തെളിവുണ്ട്. നമ്മൾ സംസാരിച്ചാൽ ജിന്ന് കേട്ടോളും എന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല, നമ്മൾ പറഞ്ഞ മലക്ക് കേട്ടെന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല. അങ്ങനെ ജിന്ന് സഹായിച്ചാൽ അതും ശിർക്കാവൂല. കണ്ടോ, ഈ രൂപത്തില് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ച് ശിർക്കാന്ന് പറയാൻ പറ്റില്ല. സുലൈമാൻ നബിന്റെ ചരിത്രം മൂപ്പരൻ തെളിവായിട്ട് പറഞ്ഞത് ഖുർആൻ തന്നെയാണ് എന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ മൂപ്പർ അബൂ സഈദ് ഖുദരിന്റെ ഹദീസ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കണം, കാരണം അത് കേൾക്കുന്ന ജിന്നുകളൊക്കെ നാളെ സാക്ഷി പറയും എന്നാണ് പിന്നെ മൂപ്പർ പറഞ്ഞത്. ഞാനത് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞിട്ടുള്ളത്, അമ്മയുജീബുൽ മുദത്തറ ഇദാ ദഅാഹു, വിഷമസന്ധിയിൽ അകപ്പെട്ടവൻ കുടുങ്ങിയവൻ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നത് അള്ളാഹു അല്ലേന്നാ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ ചോദിക്കണം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവോട് തേടണമെന്നാണ് സൂചന. എന്നാൽ കുളത്തിൽ പുഴയിൽ വീണാൽ അവിടെയുള്ള ജിന്നോട് തേടുന്നതിനേക്കാൾ അള്ളാഹുവിനോടല്ലേ വേണ്ടത്? അല്ലാന്ന് ആരാ പറഞ്ഞത്? പിന്നെ നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, വിഷമഘട്ടത്തിൽ അകപ്പെടുമ്പോൾ ചോദിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ. വിഷമഘട്ടമൊന്നും വേണ്ട. നിങ്ങൾ പുറത്തിപ്പോൾ ഒരു ചുവരിലുകൊണ്ട് ഒരു ആട്ടോട്ടിൽ ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് ഇങ്ങനെ ആടുക സുഖമായിട്ട്, അപ്പോഴാണ് വിളിക്കണേ ജിന്നേ കാക്കണേ, അവൻ ശിർക്കാണ്. ഒരു വിഷമമല്ല, വയറൊക്കെ നിറച്ച് നിങ്ങൾ ഏമ്പൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ജിന്നേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, അപ്പം ഈ വിഷമഘട്ടം വേണം, കൊടുമ്പിരിക്കൊണ്ട ഘട്ടം വേണം, പ്രതിസന്ധി വേണം, അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ പ്രാർത്ഥനയാണോ ശിർക്കാകും, യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് ആളുകളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ജിന്നിനോട് തേടാമെന്ന് താങ്കൾ എന്തിനാണ് പറഞ്ഞത് എന്നാ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വസ്തുത എന്താണെന്നാണ് സത്യാന്വേഷിയായ ഒരാൾ എഴുതി ചോദിച്ചിട്ടുള്ളത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടു. എന്തുകൊണ്ട് ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കാകാത്ത വിളിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കുസൃതിക്കാരൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. അത് ആ ചോദ്യകർത്താവിന് മാത്രം ബാധകമായതാണ്, ഒരു പൊതുവായ തത്വമായിട്ട് പറഞ്ഞല്ല. പക്ഷേ ഇവരതിനെ ഊതി വീർപ്പിച്ചിട്ട് എന്താക്കി, ഒരു പൊതുതത്വം പറഞ്ഞു എന്നാക്കി. അപ്പം എനിക്ക് വിശദീകരിക്കേണ്ടി വന്നു എന്ന് മാത്രം. ആ കേട്ടോ, വായിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശദീകരണം ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഹൃദയസ്പർശ രൂപത്തിലാണ് സക്കരിയ സ്വലഹി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനിടയിൽ അദ്ദേഹം ഇട്ട ക്ലിപ്പുകൾ നിങ്ങൾ കൃത്യമായി കേട്ടില്ലേ? അതിന് മുമ്പ് ഞാൻ അനസ് മുസ്ലിയാരെ ക്ലിപ്പുകൾ ഇട്ട് കേട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു മുസ്ലിയാർ സത്യത്തിൽ നാറാണത്തെ പ്രാന്തന പണിയല്ലേ പെടുക്കണേ. എത്ര ഭാരമുള്ള കല്ല് അത് തള്ളി കയറ്റിയിട്ട് അവസാനം അത് താഴേക്കിട്ട് പൊട്ടിച്ചിരിക്കുന്ന പോലെ സമൂഹത്തിൽ സഹോദരങ്ങളെ ഈ LCD ക്ലിപ്പിങ്ങുകളുടെ സഹായത്തോടുകൂടി നാം പരിപാടി അവതരിപ്പിക്കുമ്പോൾ കവലകളിൽ ഈ മനുഷ്യൻ ഈ രൂപത്തിൽ വിചാരണയ്ക്ക് ക്രൂശീകരിക്കപ്പെടുകയാണ്. തൗബയ്യാതെ മടങ്ങിപ്പോവുകയാണെങ്കിൽ ഇയാളെ കാര്യം പരലോകത്ത് കട്ടപ്പുകന്നെയാണ്. കണ്ടാമൃഗറ്റായി മനുഷ്യനെ കാണുകയാണെങ്കിൽ ലജ്ജിച്ച് തല താഴ്ത്തി പോകും. വല്ലാത്ത തൊലിക്കെട്ടിയാണ് മുസ്ലിയാരങ്ങൾക്ക്. കാരണം ആ സൈസാണ് ഇവൻ്റെ പ്രകടനം. ഈ കൂട്ടത്തിൽ സഹോദരങ്ങളെ ഇപ്പോൾ അകത്തളത്തിലേക്ക് വന്ന് മടവൂരി ചാരനായ നാസർ സുല്ലമി മുജാഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് മൂപ്പരിപ്പോൾ രംഗത്ത് ഒന്ന് പാറി നോക്കിയെന്ത് സുലൈമാൻ സഖാഫി, അലവി സഖാഫി, മണ്ണാർക്കാട് സ്വമതീയത്തിൻ്റെ ചിതൽപുറ്റുമായി കുറച്ച് ഓടി. അവസാനം അതൊന്നായിട്ട് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് പിന്നെ ആ സ്വമതീയത്തെ നമ്മൾ ഓടിയും കണ്ടില്ല. അതുപോലെ ഇയാൾ പരിശുദ്ധമായ പള്ളി മിഹ്റാബുകളിൽ ഇയാളെ ലാപ്ടോപ്പായിട്ട് വന്ന് KNM-ന്റെ പവിത്രമായ ചാനൽ ഈ കോക്കസ് ഇയാൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത് കൊടുത്ത് അങ്ങനെ പല ആളുകളെയും ഇയാൾ തെറ്റിദ്ധരിപ്പിച്ച് ഒസ്വാസാക്കി ഓടി നടന്നപ്പോഴാണ് കോഴിച്ചല സംവാദം അരങ്ങേറിയത്. അവിടെ വെച്ച് പിടിച്ചു, സബബ് കലക്കാണ് കൊടുത്തു. അതോടുകൂടി പിന്നെ ലൂസ് മോഷനായിട്ട് പിന്നെ ഈ വൈക്ക് എവിടെയും മൂപ്പർ ആ സബബായിട്ട് നടന്നിട്ടില്ല. ആ രംഗം കൂടെ കൃത്യമായി ഫൈസൽ മൗലവി കോഴിച്ചലയിൽ വായിച്ചവതരിപ്പിക്കുന്നത് നിങ്ങളത് കേട്ടോളൂ.
സബബ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ വായിക്കട്ടെ സബബ് എന്താ എന്ന് ഒരു വാർത്തയിൽ വായിക്കാതെ പോകാൻ വയ്യല്ലോ. ثم هب أن ذلك هو السبب فهل كل سبب يتحصل به المرء على مرغوباته في الدنيا يعتبر سببا مشروعا. ഒരു കാര്യം നേടി എന്നതുകൊണ്ട് ആ കാര്യം ശരഈയായ സബബാകണമെന്നില്ല, ശരഈയായ സബബാകണമെന്നില്ല. പക്ഷേ കൗനിയായ സബബാണ്. അപ്പൊ ജിന്നുകള് കൗനിയായ സബബാണ്, പ്രാപഞ്ചികമായ നിമിത്തമാണ്. അവരുടെ കഴിവുകൾ ഉണ്ട്. ആ കഴിവ് പ്രകാരം അവർ സഹായിച്ചേക്കാം, അവർ ഉപദ്രവിച്ചേക്കാം. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു പഠിപ്പിച്ചുവോ? ഇല്ല. അതാണ് ശരഈയായ സബബ്. ഉപയോഗിക്കണമെങ്കിൽ അള്ളാഹും റസൂലും അനുവദിച്ചു തരണം. അത് അനുവദിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വകുപ്പില്ല. അത് സബബ് ശരഈയാണ്. സുല്ലമി, നിങ്ങൾക്ക് സബബ് ശരഈയും സബബ് കൗനിയും പരസ്പരം മാറിപ്പോയി, അല്ലെങ്കിൽ രണ്ടും തലമാറിപ്പോയി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വക വാദവുമായി ഇനി വരല്ല. സബബാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശിർക്കാക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം ശിർക്കാക്കേണ്ടി വരും, ഏതെല്ലാം ശിർക്കാക്കേണ്ടി വരും. ഒരാൾ പശുവിന്റെ പുറത്ത് യാത്ര ചെയ്യാം, പശുവിന്റെ പുറത്ത് യാത്ര ചെയ്യാം. അപ്പൊ സുല്ലമി ആയത്തോതും എന്ത്? കുതിരയാണല്ലോ വാഹനം കറവ് നിശ്ചയിച്ചത്, പശു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് പശുവിന്റെ പുറത്ത് പോയാൽ ശിർക്ക്. ഒരാള് ഒരു മൃഗത്തിനെ വ്യഭിചരിച്ചു, ആ ശിർക്ക്. കാരണം എന്നല്ലേ ഇതിൽ പെടുകല്ലോ, അപ്പൊ അതും ശിർക്ക്. ഒരാൾ തെങ്ങുണ്ടാകാൻ വേണ്ടി ഒരു മാങ്ങ കുഴിച്ചിട്ടു, അപ്പൊ അതും ശിർക്ക്. അങ്ങനെ സംഭവില്ലല്ലോ എന്ന് വേണേ അവിടെയും പറയാം. അതുകൊണ്ട് ആ വക പൊട്ടീസ് ഒന്നും തൽക്കാലം വിലപ്പോവില്ല എന്നാണ് സബബ് രൂപത്തിലുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ചുതരാം. അള്ളാഹുവാണ് റാഫിയും നാഫിയും എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് അയാൾ ഇല്ലാത്ത സബബിന്റെ പിന്നാലെ പോവുകയും ചെയ്താൽ സബബാണെന്ന് വിശ്വസിച്ചു പോയി, അയാൾ അങ്ങ് ധരിച്ചു പോയി എങ്കിൽ ശറഈലോ ഖദറിയായിട്ടോ രണ്ടുമില്ലാത്ത സബബിന് ഉപയോഗിച്ചുവെങ്കിൽ ശറഈന്റെ മേലുള്ള കളവാണ്, ഇത് ഹറാമാണെന്നാണ്. അപ്പൊ സബബ് രൂപത്തിലുണ്ട്, പ്രാപഞ്ചികമായ സബബുണ്ട്. ആ സബബിനുള്ളിലാണ് ജിന്നുള്ളത്, ആ സബബിനുള്ളിലാണ് മലക്കുള്ളത്. അതേപോലെ ആ സബബ് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അവിടെയാണ് ശറഈയായ സബബ്. ശറഈ അംഗീകരിച്ചിട്ടില്ല, ശറഈ അംഗീകരിച്ചിട്ടില്ല. ഏതുപോലെ മദ്യം കഴിച്ചാൽ ദാഹം മാറും, അത് കൗനിയായ സബബാണ്. പക്ഷേ ദാഹിച്ചാൽ മദ്യം കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? കഴിച്ചാൽ ദാഹം തീരാത്തത് കൊണ്ടല്ല, അത് മതം അംഗീകരിച്ചിട്ടില്ല, അല്ലാഹു റസൂലും അനുവദിച്ചിട്ടില്ല. ശറഈയായ സബബല്ല. വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും, അത് സബബാണ്. എങ്ങനെ? പ്രാപഞ്ചികമായ സബബ്. എന്നാ കുട്ടിയില്ലാത്ത ഒരാള് വ്യഭിചരിക്കാൻ പോയാലോ അത് ഹറാമാ. എന്തുകൊണ്ട്? സബബില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ശറഈയായ സബബല്ല, അല്ലാഹു അനുവദിച്ച സബബല്ല. അനുവദിക്കാത്ത സബബ് അയാൾ ഉപയോഗിച്ചു. എന്നതുപോലെ ജിന്നുകൾ പലരെയും സഹായിച്ചേക്കാം, പിശാചുകൾ പലരെയും ഉപദ്രവിച്ചേക്കാം. എന്തുകൊണ്ട്? അങ്ങനെ കൗനിയായ പ്രാപഞ്ചികമായ സബബുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് ശറഈയായ സബബല്ല. അതുകൊണ്ടാണ് അമാനി മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഭൂമിയിൽ നിലവിലുള്ള വസ്തുക്കളെല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യൻ അതിൽ വാസം തുടങ്ങും മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്കല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക്, ഒരു തുറയിലല്ലെങ്കിൽ മറ്റൊരു തുറയിൽ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല. എല്ലാ മനുഷ്യനും ഉപകാരമാണ്. പക്ഷേ അമാനി മൗലവി പറഞ്ഞു, എന്നാൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്ന് കരുതിയിട്ട് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിന് താല്പര്യം ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാമെന്നല്ല.